ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വർഷ സ്റ്റുഡിയോയിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബിങ് സീൻ എന്ന് പറയുന്നത് ഒരു ഡെലിവറി സീനാണ്. ആ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉള്ളത് പോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ വർഷയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ഡബ് ചെയ്യുന്നത് കേട്ടോ. ആ സീന് കഴിയുമ്പോഴേക്കും വർഷ ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. സീൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വർഷയുടെ അടുത്ത് എന്ത് പറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ സീന് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സീന് വർഷയെ ശരിക്കും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മഹിമയെ ഫോണിൽ വിളിക്കുകയാണ്. വർഷയുടെ കോൾ കണ്ടിട്ട് താൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു വർഷ എന്ന് പറഞ്ഞിട്ടാണ് കോള് അറ്റൻഡ് ചെയ്യുന്നതേ മഹിമ. ഫോൺ എടുത്ത ഉടനെ തന്നെ വർഷയാണെന്നുണ്ടെങ്കിൽ സോറി പറയാണേ. അതെന്ത് വർഷ നീ ഫോൺ ചെയ്തിട്ട് സോറി പറയുന്നത്? അമ്മേ, ഞാന് ജനിച്ച സമയത്ത് അമ്മ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടല്ലേ, അതെന്താ വർഷ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മേ, ഞാനിന്ന് ഒരു സീന് ഡബ് ചെയ്തു എന്നുള്ള കാര്യം വർഷ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴേക്കും, അല്ലെങ്കിലും നിനക്ക് സിനിമയിലെ ഓരോരോ രംഗങ്ങൾ കാണുമ്പോഴാണല്ലോ ഓരോരോ സംശയങ്ങൾ വരുന്നത്. അമ്മ, ഒരു സീനിൽ അഭിനയിക്കുന്ന സമയത്ത് ആ പെണ്ണ് എന്തോരം അലറി വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കണ്ടു. അപ്പോൾ റിയാലിറ്റിയിൽ അത് എത്ര വലിയ പെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ കരയുവാണേ. അതിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വർഷേ? ഈ ലോകത്ത് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നതിന് മുമ്പ് അമ്മമാര് ഇത്രയും പെയിന് അനുഭവിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ പെയിനൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോട് കൂടിയിട്ട് ഇല്ലാതാവുന്നു. അമ്മ, അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പെയിനൊക്കെ അനുഭവിക്കണമല്ലേ? നീ എന്താ വർഷേ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്? എന്താ വർഷേ, എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? നീ പ്രഗ്നന്റ് ആണോ? അമ്മേ, അങ്ങനെയൊന്നുമില്ല. അമ്മ വെറുതെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വീണ്ടും എന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇപ്പൊ ഭയങ്കര പേടിയാണ്. നീ വർഷ ചുമ്മാ ഓരോ പടം കണ്ടിട്ട് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ വേണ്ടി നിൽക്കണ്ട. ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഭയന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി നിൽക്കണ്ട. അതൊക്കെ അമ്മേ ഞാൻ നോക്കിക്കോളാം. എനിക്കെന്തോ പെട്ടെന്ന് ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നി. അതുകൊണ്ടാണ് അമ്മയെ വിളിച്ചിട്ട് സോറി പറയണമെന്ന് തോന്നിയത്. ഞാൻ വെക്കാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ടേ വർഷ. തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രേവതി ശ്രുതിക്ക് ചായ ഉണ്ടാക്കിയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വർഷ ഡബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നത്. വർഷയെ കണ്ടോടെ തന്നെ ശ്രുതിയാണെങ്കിൽ വർഷയെ നീ എന്താ ഇന്ന് നേരത്തെ വന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആളിതൊന്നും കേൾക്കുന്നില്ല. എന്തോ ഒരു മൈൻഡിൽ അങ്ങനെ നടന്നു പോവാണ്. പുറകെ ചെന്നിട്ട് ശ്രുതി കൈ പിടിക്കാണ് വർഷയുടെ. ഞാന് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, നീ എന്താ കേൾക്കാതെ പോകുന്നത്? വർഷ, നിനക്കും ചായ എടുക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ ആ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അരികിൽ ചെന്ന് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴും വർഷയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. വർഷയുടെ ആ ഭാവമാറ്റം ശ്രുതിയും അതുപോലെ രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. ആദ്യം അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. കാരണം ആള് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ വർഷ ഭയങ്കര വയലന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി വർഷേ? മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കുന്നുണ്ടല്ലോ. അതേ രേവതി ചേച്ചി, ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയി ഇന്ന്. എന്ത് പറ്റി വർഷേ? നീയും ശ്രീകാന്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ശ്രുതി ചോദിക്കുകയാണേ. അവന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോലും പോകരുത്. അവരെ ഞാൻ ഇനി എന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല. വർഷയുടെ ആ പരസ്യമൊന്നും കേട്ടിട്ട് ഇവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. രണ്ടുപേരും പരസ്പരം വീണ്ടും മുഖത്തോട് മുഖം നോക്കുവാണ്. എന്താ വർഷയെ പ്രശ്നം? ശ്രീകാന്ത് നിന്നെ ചീത്ത വിളിക്കുക മറ്റോ ചെയ്തോ? അതിന് ഞാൻ ഇന്ന് ശ്രീകാന്തൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ വർഷ, നിന്റെ പ്രശ്നം എന്താണ്? അത് രേവതി ചേച്ചി, ഞാനിന്ന് ഒരു സീരിയലിൽ ഡബ് ചെയ്തു. അത് ചെയ്തതോട് കൂടിയിട്ട് ഇന്നത്തെ എന്റെ ദിവസം മൊത്തം പോയി. അങ്ങനത്തെ എന്ത് സീനാണ് നീ വർഷ ചെയ്തത്? ഡെലിവറി എന്ന് വർഷ പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ഫുഡ് ഡെലിവറി ആണോ എന്നാണ് ശ്രുതി ചോദിക്കുന്നത്. അല്ല ചേച്ചി, ബേബി ഡെലിവറി. ആ സീന് ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്രിട്ടിക്കൽ ആണ് എന്നും അവര് കുഞ്ഞു പിറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരയാൻ വേണ്ടി പറഞ്ഞു. വർഷേ, ഇങ്ങനത്തെ സീനൊക്കെ നമ്മൾ ഒരുപാട് ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ ചേച്ചി? ഇതുപോലത്തെ ഒരു സീന് ഞാൻ ആദ്യമായിട്ടാണ് ഡബ് ചെയ്യുന്നത്. അതും സീനിൽ അഭിനയിക്കുന്ന സമയത്ത് ആ പെണ്ണ് ഭയങ്കരമായിട്ട് അലറി കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാകുമ്പോൾ ശരിക്കും കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കില്ലേ? ഓ മൈ ഗോഡ്, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റില്ല. ഐ കനോട്ട് ഈവൻ തിങ്ക് മൈസെൽഫ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വർഷേ? കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയല്ലേ? പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വേദനിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വർഷേ നിനക്കറിയില്ലേ? തിയറി ആയിട്ടൊക്കെ എനിക്കറിയാം. പക്ഷെ പ്രാക്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കുന്ന സമയത്ത് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം പറയുന്നത് വളരെ ഈസി ആണെന്നും 10 മാസം എല്ലാവരും നന്നായിട്ട് നമ്മളെ കെയർ ചെയ്യുമല്ലോ, ഭയങ്കര ജോളി ആയിട്ട് ഇരിക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്ന് വർഷ പറയുന്നത് കേട്ട ഉടനെ തന്നെ അങ്ങനെയൊന്നും അല്ല. ആ 10 മാസവും നമുക്ക് ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരിക്കും. ഫസ്റ്റ് 2-3 മന്ത്സിൽ നമുക്ക് എന്തായാലും ഛർദി ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് തലകറക്കും, അതുപോലെ തന്നെ സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ 3 മാസം കഴിഞ്ഞ് 4 മാസം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കർവിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് കുറച്ചായിട്ട് നമ്മുടെ വെയിറ്റ് കൂടുകയും അത് കഴിഞ്ഞിട്ട്
പിന്നെ നമുക്ക് കാലുകൊണ്ട് നിൽക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാകും. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 7 മന്ത്സ് ആകുന്നതോട് കൂടിയിട്ട് കുഞ്ഞ് നന്നായിട്ട് വളരുകയും പിന്നെ നമ്മൾ ചവിട്ടാനൊക്കെ തുടങ്ങും. കുഞ്ഞിന്റെ അനക്കമൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റില്ല. കാലൊക്കെ പിന്നെ ഇങ്ങനെ വീങ്ങാൻ വേണ്ടി തുടങ്ങും നീര് വെച്ചിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നാൽ നമുക്ക് എഴുന്നേക്കാൻ വേണ്ടി പറ്റില്ല. എഴുന്നേറ്റ പിന്നെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അവസാനമായിട്ട് നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്താലുണ്ടല്ലോ, ജീവൻ പോകുന്നത് പോലെയാണ്. ഓരോ കൺട്രാക്ഷൻ വരുമ്പോഴും അത്രയ്ക്കും പെയിൻ ഉണ്ടാകും. ചിലർക്കൊക്കെ ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് 1 to 3 hours ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലർക്ക് വോൾ ഡേ മൊത്തം ഉണ്ടാകും. പക്ഷേ ബേബി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് പുതിയൊരു ജീവൻ കിട്ടിയതുപോലെയാണ് ഫീൽ ചെയ്യുക. കുഞ്ഞ് പിറക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ആദ്യം ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ശ്രുതി വർഷയ്ക്കും അതുപോലെ തന്നെ രേവതിക്കും മുമ്പിൽ പറഞ്ഞത്. പക്ഷേ ഈ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും വർഷയും അതുപോലെ രേവതിയും ഇങ്ങനെ ശ്രുതിയെ നോക്കി നിൽക്കുന്നുണ്ട്. അതുവരെ ആ പറച്ചിലിൽ ശ്രുതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അവരുടെ മുഖവ്യത്യാസം മാറുന്നത് ശ്രദ്ധിക്കുന്നത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പ്രഗ്നന്റ് പോലും ആവാത്ത ശ്രുതിക്ക് അറിയുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ നോട്ടം. ചേച്ചി എന്താ ഇത്രയും വലിയൊരു പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്? അത് ശരിയാണ് വർഷേ, എനിക്കും ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതുപോലെയാണല്ലോ കാര്യങ്ങളെല്ലാം പറയുന്നത്. അയ്യോ അല്ല രേവതി, എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട്. അവര് അവരുടെ ഡെലിവറി എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് അറിയുന്നതാണ്. ഓ, അപ്പോൾ 1 year നമ്മൾ ഇതെല്ലാം സഹിക്കണോ അല്ലേ? വർഷേ, ഇത് ഗർഭിണിയായിട്ടുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മമാര് നമ്മളെ പ്രസവിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് 3 മക്കളാണ്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയും 3 മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയല്ലേ പ്രസവിച്ച് വളർത്തിയത്. അത് തന്നെയാണ് രേവതി ചേച്ചി എനിക്ക് മനസ്സിലാവാത്തത്. ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും പെയിൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും പിന്നെ ഇവരെങ്ങനെയാണ് 3 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചത്? വർഷേ, നീ ഇപ്പൊ 3 കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ ഇത്രയും വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ അച്ഛമ്മമാരും അവരുടെ തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ 8ഉം 10ഉം കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഓ, അപ്പോഴത്തെ ആണുങ്ങൾക്ക് ഇത് തന്നെയായിരുന്നു അപ്പോൾ പണിയുണ്ടായിരുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ വേണം എല്ലാം സഹിക്കാനല്ലേ? ഇത് നോക്ക് വർഷേ, അപ്പോഴത്തെ കാലത്ത് ആണുങ്ങളും കൂടി ചേർന്നിട്ടല്ലേ മക്കളെ വളർത്തുന്നത്. ചേച്ചി, ഒരു പെണ്ണ് സഹിക്കുന്ന വേദന എന്താന്നുള്ള കാര്യം ഒരു ആണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുഞ്ഞോട് കൂടിയിട്ട് എല്ലാ ആൺപിള്ളേരും ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തേനെ. വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ രേവതി ചിരിക്കാനോട് ചെയ്യുന്നത്. രേവതി ചേച്ചി ചിരിക്കണ്ട, എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് തല കറങ്ങുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വർഷേ, എല്ലാവർക്കും പെയിനൊക്കെ ഉണ്ടാകും. എന്നാൽ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ പെയിൻ എല്ലാം ഇല്ലാതാകും. അതെങ്ങനെ രേവതി ചേച്ചിക്ക് അറിയുന്നതെന്ന് വർഷ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുഞ്ഞ് വളർന്ന് വളർന്ന് കുറച്ചായിട്ട് നടക്കുക, പിന്നെ സംസാരിക്കുക, അങ്ങനെ അവരുടെ ഓരോരോ വളർച്ച ഉണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ ഒരു വേദന ഉണ്ടല്ലോ, അത് ഒരമ്മയും അത്ര വലിയ കാര്യമായിട്ട് എടുക്കാത്തത്. എങ്കിലും കൈയും കാലും ഒക്കെ ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യാന്നാണ് കേട്ടോ വർഷ പറയുന്നത്. വർഷേ, നമ്മുടെ ശരീരത്തിലെ ബോണുകളെല്ലാം ഒരേ സമയത്ത് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതേപോലെ ഇരിക്കും പെയിൻ എന്ന് പറയുമ്പോഴേക്കും വർഷയ്ക്ക് ആകെ തലയ്ക്ക് മൊത്തം പിരിപ്പ് കയറിയിട്ട് ആന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലറുന്നുണ്ടേ. അയ്യോ വർഷ, നീ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും രേവതി അരികിലേക്ക് ചെല്ലുകയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾ ഓൾറെഡി ഭയന്നിട്ടുള്ളത്, അതിനിടയ്ക്ക് നീ എന്തിനാ അവളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്? ഇല്ല രേവതി ചേച്ചി, എന്തായാലും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് വർഷ പറയുന്നത് കേട്ട് ഉടനെ രേവതി ചോദിക്കുന്നത്, എന്ന് കരുതിയിട്ട് നമുക്ക് ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള കാര്യം വിചാരിക്കാൻ വേണ്ടി പറ്റുമോ? അതിന് നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ 2 പേരുമില്ലേ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തോളാം എന്നുള്ള കാര്യം കൂളായിട്ട് പറയാണ് വർഷ. വർഷേ, നമ്മുടെ 3 പേർക്കും 6 കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ എല്ലാവരുടെയും കുഞ്ഞാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് നിനക്കെന്ന് വിചാരിച്ചിട്ട് നീ കുഞ്ഞിനെ പ്രസവിക്കേണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? എന്തായാലും എനിക്ക് അതിനുള്ള വിൽ പവർ ഒന്നുമില്ല. പക്ഷെ വർഷേ, ശ്രീകാന്ത് കുഞ്ഞിന് വേണമെന്നുള്ള കാര്യം പറഞ്ഞാലോ? അങ്ങനെ അവന് കുഞ്ഞിന് വേണമെന്നുണ്ടെങ്കിൽ അവൻ പോയി പ്രസവിക്കട്ടെ. ഇന്ന് കരുതിയിട്ട് വർഷേ, നിനക്ക് അത് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, പെയിൻ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത് ഞാനല്ലേ, അപ്പോൾ ഞാൻ തന്നെയല്ലേ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ശ്രീകാന്തിനും നിനക്കിടയിലും ഇപ്പോൾ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വിഷയം കിട്ടിയല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, ഫൈറ്റ് ഒന്നുമില്ല, പക്ഷേ ഇതിന് ഞാൻ വേറൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മയാണ് ഏറ്റവും നല്ലൊരു വഴി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് അച്ഛമ്മയുടെ അടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് സച്ചി കലാവതിയും കൂട്ടിയിട്ട് വീട്ടിൽ എത്തുവാണ് കേട്ടോ. കാറിൽ ഇറങ്ങിയ ഉടനെ തന്നെ അച്ഛമ്മയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നത്, അച്ഛമ്മേ, എല്ലാ പ്രശ്നവും തീർക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ്. തീർക്കൂടാ നമ്മള്. ഈ കാര്യങ്ങളൊക്കെ നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കുമായിരുന്നു. അച്ഛമ്മ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ആ ശരി, കയറുവാ എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അച്ഛമ്മേ സുഖാണോ എന്ന് ചോദിച്ചിട്ട്, ആ ഞാൻ സുഖമായിട്ടിരിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോലും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. അത് കേട്ട ഉടനെ രേവതി ആണെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുവാണേ. നീയല്ലേ രേവതി പറഞ്ഞത് പ്രശ്നം ശരിയാക്കണോ എന്നുള്ള കാര്യം, അതുകൊണ്ടാണ്
ഞാൻ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത്. അച്ഛമ്മയുടെ അടുത്ത് ഞങ്ങളൊന്നും മറച്ചു വെക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അച്ഛമ്മേ. അച്ഛമ്മ ഇവിടുന്ന് പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തിലല്ലേ പോയത്, അതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും സന്തോഷവതിയായിട്ട് ഇരിക്കണം എന്നാണോ നീ പറയുന്നത്? ഈ വീട്ടിലൊരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്കും പങ്കില്ലേ? അങ്ങനെ അച്ഛമ്മ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലുവാണ്. ചന്ദ്ര അവിടെ ഇരുന്ന് എന്തോ ആലോചനയിലാണ്. അച്ഛമ്മ വന്ന് ചന്ദ്രയെന്ന് വിളിക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് തന്നെ ഞെട്ടെഴുന്നേറ്റ് അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ആ വാ അമ്മേ, അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റില്ലേ എന്ന് കലാവധി ചോദിക്കുകയാണേ. ഏയ് ഇല്ലമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അമ്മ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ. അതെ, ഇപ്പോ വരേണ്ട സമയം വന്നല്ലോ. നീ എന്ത് പരിപാടിയാണ് ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛമ്മയുടെ ഭാവവും സംസാരം എല്ലാം കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ അറിഞ്ഞിട്ടാണെന്ന്. അപ്പോഴേക്കും രേവതിയെ നോക്കി പേടിപ്പിക്കുകയാണേ. ഇത് കണ്ട അച്ഛമ്മ, നീ എന്തിനാടി അവളെ നോക്കി പേടിപ്പിക്കുന്നത്? അവളല്ല എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അങ്ങോട്ടേക്ക് മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് എല്ലാം പറഞ്ഞത് അച്ഛമ്മയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. സുധിയെ നീ കൂടുതൽ തലയിലേറ്റി നടക്കണ്ട, നിനക്ക് അവസാനം ഒരു പ്രശ്നമായിട്ട് മാറുന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ അത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പൊ എന്തായി? ഇല്ല അമ്മേ, അവൻ പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അല്ലെങ്കിലും നീ ഇങ്ങനെയല്ലേ പറയുള്ളൂ, അതിലേക്കൊക്കെ ഞാൻ പിന്നെ വരാം. എവിടെ രവി? അവര് ടെറസിലെങ്ങാനും കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രൻ കൊണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും പോയിട്ട് വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറയാണേ. എന്താടി നിന്റെ അടുത്ത് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ അവിടെ തന്നെ നിൽക്കുന്നത്? അച്ഛമ്മേ, പ്രശ്നം അവിടെ തന്നെയാണല്ലോ. ശരി, ഞാൻ പോയിട്ട് വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പോകുമ്പോൾ അതിന്റെ പുറകെ സച്ചിയും ചെല്ലുന്നുണ്ടേ. നീ എങ്ങോട്ടാടാ വരുന്നത്? ഞാൻ എന്റെ മകനെ കാണാൻ വേണ്ടി പോകുന്നത്, നീ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി ഇവിടെ നിർത്തിയിട്ട് അച്ഛമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ ടെറസില് രവിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അമ്മ ചെന്നിട്ട് രവി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ അമ്മയോട് ഒട്ടും പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ അമ്മയൊന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ തന്നെയാണെടാ. അമ്മ എന്താ പെട്ടെന്ന് പറയാതെ വന്നത്? അല്ലെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും എന്റെ അടുത്തൊന്നും പറയുന്നില്ലല്ലോ. അമ്മ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നീ പറഞ്ഞില്ലെങ്കിൽ രവി എനിക്ക് ഒന്നും അറിയില്ലെന്നാണോ നീ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? എല്ലാം സച്ചി പറഞ്ഞു. അത് അമ്മയെന്നൊക്കെ പറഞ്ഞ് രവി ഇങ്ങനെ ബബബ അടിക്കുന്നുണ്ട്. എടാ, നിനക്ക് എന്താടാ ഇപ്പോഴും 25 വയസ്സാണെന്നാണോ നിന്റെ വിചാരം? ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് മിണ്ടാതെ നടക്കുന്നു. അമ്മേ, അവൾ ഒപ്പിച്ച പണി അങ്ങനെയാണ്, എല്ലാം എനിക്ക് അറിയാം രവി. അവൾ എന്താ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവള് ബുദ്ധി കെട്ട് എന്തൊക്കെയോ ചെയ്തതാണ്. അമ്മേ, അവള് സ്വർണ്ണം എടുത്തത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എടുത്തിട്ടും ആ പഴി രേവതിയുടെ അമ്മയുടെ മേലും അതുപോലെ തന്നെ അമ്മയുടെ മേലും അവള് ചാർത്താൻ വേണ്ടി ശ്രമിച്ചു. അല്ലെങ്കിലും എന്താണ് പിന്നെ അവള് ചെയ്യുക? അവള് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് അവളുടെ സ്വഭാവമാണ്. നീയൊന്ന് വിട്ടുകൊടുത്ത് പോയാൽ മതി. അമ്മ, ഇനിയും എത്ര വർഷം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്തിങ്ങനെ നടക്കുക? ഞാൻ അമ്മ ഡ്രൈവർ ആയിരിക്കുന്ന സമയത്ത് തന്നെ അവൾ എന്നെ മോശപ്പെടുത്ത രീതിയിലായിരുന്നു സംസാരിക്കുക. പിന്നെ ഇതാ ഈ വീട് എപ്പോഴും നോക്കിയാലും അവളുടെ അച്ഛൻ തന്ന വീടാണെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറഞ്ഞ് എന്നെ അപമാനപ്പെടുത്തും. മക്കളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വിഭജനം, ഇങ്ങനെ എല്ലാ കാര്യത്തിലും സഹിച്ച് ഞാൻ മടുത്തു അമ്മേ. ഇനി എന്തായാലും അവള് മാറില്ല എന്നുള്ള ഒരു ഇതിലേക്ക് അമ്മേ ഞാൻ വന്നെത്തി. എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് രവി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവള് നിന്റെ ഭാര്യ തന്നെയല്ലേടാ. നീയാണ് പക്വതയോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളെ മനസ്സിലാക്കിക്കേണ്ടത്. അവളെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അമ്മേ എന്ന് കരുതിയിട്ട് രവി എപ്പോഴും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് നോക്ക് രവി, ജീവിതത്തില് മക്കള് പല കാര്യങ്ങളും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. നിങ്ങളിപ്പോ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിന്റെ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവരും മിണ്ടാതിരിക്കല്ലേ ചെയ്യാ. ഇപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ഈ പറഞ്ഞു വരുന്നത്? ചന്ദ്രയുടെ അടുത്ത് നീ ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ക്ഷമിച്ചാൽ മാത്രമേ ജീവിതത്തിൽ നമ്മളടുത്ത് ബാക്കിയുള്ളവർ ക്ഷമിക്കുള്ളൂ. നീ അവളുടെ അടുത്ത് സംസാരിക്കടാ. കുറച്ചു നേരം രവി ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ശരി അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളോട് ക്ഷമിക്കാം, അവളോട് സംസാരിക്കാം. പക്ഷെ അവളുടെ അടുത്ത് രേവതിയോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പറയണം. അതെന്തിനാടാന്ന് ചോദിക്കാണ് കേട്ടോ അച്ഛമ്മ. രേവതി അമ്മയെ അവള് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. അവളുടെ അടുത്ത് ദേഷ്യം പിടിച്ചിട്ട് അവളുടെ കൈകളിലുള്ള വളയെല്ലാം ഊരിയിട്ട് രേവതിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഓ, ഇതൊക്കെ അവള് ചെയ്തോ? ഇതിനെക്കുറിച്ച് സച്ചിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ശരി, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അവളുടെ അടുത്ത് പിന്നീട് സംസാരിച്ചോളാം. പക്ഷെ രേവതിയുടെ അടുത്ത് ഒരിക്കലും ചന്ദ്രയുടെ അടുത്ത് രേവതിയോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് നീ പറയരുത്. അതെന്താ അമ്മ തന്നെ ഇങ്ങനെ പറയുന്നത്? അതിനെല്ലാം ഒരു കാരണമുണ്ട് രവി. മറ്റൊന്നുമല്ല, ചന്ദ്ര ഇതുവരെ രേവതിയെ ഒരു മരുമകളായിട്ട് കണ്ടിട്ടില്ല. ചന്ദ്രയെ കൊണ്ട് രേവതിയെ അടുത്ത് മാപ്പ് പറയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ പിന്നീട് അത് അവളുടെ മനസ്സിലൊരു വൈരാഗ്യമായിട്ട് മാറും. പിന്നെ ഒരിക്കലും രേവതിയുടെ അടുത്ത് അവളോടുള്ള ദേഷ്യം പോവില്ല. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും രേവതിയെ കൊടുമപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോ അമ്മ പറഞ്ഞു വരുന്നത് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പാടെ വിടണം എന്നാണോ? അല്ലാതെ വേറെ വഴിയില്ല രവി. ഒരു കുടുംബമാവുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിച്ചാൽ പോരാ, ചില ചീത്ത വിഷയങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കൂട്ട് അവളുടെ അടുത്ത് സംസാരിക്കില്ല, ഇവളുടെ അടുത്ത് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെട്ട പോലെയാകും. ആദ്യം നീ വന്നിട്ട് അവളുടെ അടുത്ത് സംസാരിക്കേ. എന്തോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അമ്മയെന്ന് രവി പറയുമ്പോ
ഇത്രയും പ്രായമല്ലേ നിനക്ക്? ഇത്രയും നാള് നീ അവളെ സഹിച്ചുകൊണ്ടിരിക്കില്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ മാത്രം എന്താ പ്രശ്നം? നിന്റെ അമ്മയല്ലേ പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്ന് നിനക്ക് അറിയില്ലേ? ആ വിശ്വാസം നിനക്കില്ലേന്ന് ചോദിക്കുമ്പോ ഉണ്ടമ്മേ, എന്നാ വാ എന്ന് പറഞ്ഞിട്ട് രവിയും കൂട്ടിയിട്ട് താഴേക്ക് പോവാണ് അച്ഛമ്മ. താഴേക്ക് ഇറങ്ങി വരുമ്പോ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ നോക്കി പേടിപ്പിക്കുകയാണേ. സച്ചിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞത്. ആ ഒരു ദേഷ്യത്തില് അച്ഛ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു, അതാണ് ഞാൻ അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത്. രവി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇരുത്തുവാണേ. അവർ രണ്ടുപേരും ചെന്നിരിക്കുന്ന സമയത്ത് ചന്ദ്ര എഴുന്നേറ്റ് അവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുവാണേ. ചന്ദ്രയെ, ഒരു കുടുംബത്തിന്റെ മുതിർന്ന സ്ത്രീയായിട്ട് നീ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റാണ്. അതും സുധിക്ക് വേണ്ടിയിട്ട് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയിട്ടാണ് നീ നാണം കെട്ട് നിൽക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതും നീ കേൾക്കില്ല. അതെങ്ങനെ അച്ഛമ്മേ? അങ്ങനെ എല്ലാവർക്കും അച്ഛമ്മയെ പോലെ ആവാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചേട്ടാ വെറുതെ പ്രശ്നം വഷളാക്കാതെ മിണ്ടാതിരിക്കുന്ന രേവതി പറയുന്നുണ്ട്. ചന്ദ്രേ, എന്തായാലും നീ രേവതിയുടെ അടുത്ത് മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിലും രേവതി ഒരിക്കലും നിന്നിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ നീ രവി അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അത് തെറ്റ് തന്നെയാണ്. അമ്മേ, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ചെയ്തത്. എന്റെ മകനൊരു കഷ്ടപ്പാട് വരുന്ന സമയത്ത് എനിക്ക് കണ്ടിട്ട് നോക്കി നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്ന് കരുതിയിട്ട് കുറുക്കോഴിയാണോ ഉപയോഗിക്കുന്നത്? കുടുംബമായിട്ട് എല്ലാവരും ഒന്നായിട്ട് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പ്രശ്നം തീർക്കാനുള്ള വഴി കണ്ടെത്തണം. ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നീ രവിക്കഴുകിലേക്ക് ചെന്നിട്ട് അറിയാതെ ചെയ്തു പോയി എന്നുള്ള കാര്യം പറ. അത് കഴിഞ്ഞാൽ അവൻ നിന്റെ അടുത്ത് മിണ്ടും. ഇത് കേട്ടിട്ടും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണോടെ ചന്ദ്ര. നീ എന്താണ് നോക്കി നിൽക്കുന്നത്? രേവതിയുടെ അടുത്ത് നീ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ രവി എന്ന് പറയുന്നത് നിന്റെ ഭർത്താവാണ്. ഭർത്താവ് അറിയാതെയാണ് നീ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അത് കേട്ട ചന്ദ്രയാണെങ്കിൽ ശരി അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കടി, ഞാൻ അറിയാതെയാണ് രവിയേട്ട ചെയ്തത്, എന്നോട് ക്ഷമിക്കണം എന്ന് ചന്ദ്രൻ ഇങ്ങനെ പറയാണേ. ഇത് കേട്ട രവിയാണെങ്കിൽ അമ്മേ, പ്രശ്നം നടന്നിരിക്കുന്നത് എല്ലാവരുടെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറ. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അച്ഛമ്മേ ഒരു കറക്റ്റ് പോയിന്റ് ആണ്. ഞാൻ ഒരു 2 മിനിറ്റ് തന്നാൽ മതി, എല്ലാവരും വിളിക്കാം. ആവശ്യമില്ലാത്ത കാര്യമാവുന്ന സമയത്ത് എല്ലാം കൂടി ഇവിടെ കൂട്ടം കൂടി നിൽക്കും. എന്നാൽ ആവശ്യമുള്ള സമയത്ത് ഒരെണ്ണത്തിന് പോലും നോക്കിയാൽ കാണില്ല. രേവതി, നീ ചെന്നിട്ട് ശ്രീകാന്തിനും വർഷയും വിളിച്ചിട്ട് വാ, ഞാൻ ശ്രുതിയും വിളിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ശ്രീകാന്ത് വർഷയും അതുപോലെ ശ്രുതിയും പുറത്തേക്ക് വരുമ്പോഴാണ് അച്ഛമ്മ വന്ന കാര്യം അവരെ അറിയുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛമ്മ എപ്പോ വന്നു വർഷയും ചോദിക്കുന്നുണ്ട് അതേ കാര്യം. എന്നിട്ട് എന്താ അച്ഛമ്മ പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുമല്ലേ, അത് ശരി ആക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ട ഉടനെ വർഷ പറയുന്നുണ്ട്, ആക്ച്വലി അച്ഛമ്മ എല്ലാ തെറ്റും ആന്റിയുടെ മേലാണുള്ളത്. വർഷയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ വർഷ ഇങ്ങനെ നോക്കുന്നുണ്ട്. അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ശരി ആണ് എന്ന് മട്ടിൽ ഇങ്ങനെ മൂളുന്നുണ്ടേ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു പ്രശ്നം വന്നെന്ന് കരുതിയിട്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കാനൊന്നും പാടില്ല. നിങ്ങളും ഇതൊന്നും കണ്ടുപഠിക്കണ്ട. പിന്നെ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ചന്ദ്ര രവിയുടെ അടുത്ത് മാപ്പ് പറയും. നീ എന്താ ചന്ദ്ര നോക്കി നിൽക്കുന്നത്? ചോദിക്ക്. ചന്ദ്രയ്ക്ക് ഒരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുക മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പിടിക്കുന്നതിന് തുല്യമാണല്ലോ. അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. രവിയുടെ അടുത്താണെങ്കിൽ പോലും പറയാൻ വല്ലാതൊരു ബുദ്ധിമുട്ടും പ്രയാസത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്. ശരിക്കും അച്ഛമ്മ ചെയ്യേണ്ടിയിരുന്നത് രേവതിയുടെ കാല് തന്നെ പിടിപ്പിക്കണമായിരുന്നു കേട്ടോ ചന്ദ്രയെ കൊണ്ട്. അങ്ങനെ അഭിപ്രായമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ മടിച്ച് ചന്ദ്ര മാപ്പ് പറയാണ്. ഞാൻ വേണോന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തതല്ല രവിയേട്ടാ, എന്നോട് ക്ഷമിക്കണം നിങ്ങള്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നും കൂടി പറയുന്നുണ്ട്. അത് വെറും പറച്ചില് മാത്രല്ലേ ഉണ്ടാവുള്ളൂ, പ്രവൃത്തിയിൽ അതൊന്നും കാണില്ല. ശരിയെന്ന് പറ രവി എന്നുള്ള കാര്യം പറയുമ്പോൾ രവി ശരി എന്ന് പറയാണ്. അത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ. കാരണം ഒരാഴ്ചയായിട്ട് അച്ഛമ്മ ആരെ കൊണ്ടും തീർക്കാൻ വേണ്ടി പറ്റാത്ത ഒരു പ്രശ്നം അച്ഛമ്മ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർത്തു എന്നൊക്കെ പറഞ്ഞ് ക്ലാപ്പ് ചെയ്യുമ്പോഴേക്കും അച്ഛമ്മയുടെ മുഖത്ത് ഒരു ദേഷ്യഭാവം തന്നെയാണ്. സച്ചിയാണെങ്കിൽ നൈസായിട്ട് അങ്ങ് നിർത്തുവാണ്. തുടർന്ന് കലാവതി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി നീ അവള് പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കരുത്. ഇല്ല അച്ഛമ്മേ, എന്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിഷമം തോന്നി, അല്ലാത്തപടി എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. രേവതി പറഞ്ഞ് കേട്ട ഉടനെ തന്നെ, കേട്ടോ ചന്ദ്രേ, ഇതിനാണ് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്ത് പോവുക എന്നുള്ള കാര്യം. ഇതുപോലെ രേവതിയെ പോലെ നിന്നാൽ മാത്രമേ കുടുംബം എപ്പോഴും ഒന്നായിട്ട് ഇരിക്കുള്ളൂ. രേവതിയെ കുറിച്ച് പറയുന്നൊന്നും ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടാവുന്നൊന്നുമില്ല. പക്ഷെ അത് മുഖത്തെ എക്സ്പ്രഷൻ ആയിട്ട് ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അച്ഛമ്മയുടെ മുമ്പിൽ. അത് കഴിഞ്ഞ് അച്ഛമ്മയാണെങ്കിൽ ശ്രുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എന്താ അച്ഛമ്മയെന്ന് ചോദിച്ചു ചെല്ലുന്നത്. അടുത്ത് ചെന്നങ്ങ് ഇരിക്കുമ്പോഴേക്കും കാരണം നോക്കിയിട്ടൊന്ന് പൊട്ടിക്കാണ് കേട്ടോ കലാവതി ശ്രുതിക്കിട്ടിട്ട്. ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒരു ഷോക്കായി പോയി അത്. പക്ഷെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അത് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയ എന്നുള്ള മട്ടില്. എന്താ അച്ഛമ്മ ഇതെന്ന് ഭയങ്കര സങ്കടത്തോടു കൂടി ശ്രുതി ചോദിക്കുമ്പോ, പിന്നെ എന്താണ് ഇതിന്റെ എല്ലാം മൂലകാരണം നീ ഒറ്റൊരുത്തനല്ലേ, നീ വലിയ പഠിച്ചവനാന്നുള്ള കാര്യം പറയുമല്ലോ, ഇതാണോ നീ പഠിച്ചതിന്റെ ലക്ഷണം? നിന്റെ അമ്മ ഇതുപോലെ നിന്നെ അടിച്ചു വളർത്തിയായിരുന്നെങ്കിൽ നീയും നന്നായേനെ.
അത് കഴിഞ്ഞ് അച്ഛമ്മ നേരെ ശ്രുതിക്ക് നേരെ ചെല്ലുവാണേ. എടി മൂത്ത മരുമകളെ, ഇവനെ ഇവന്റെ അമ്മ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. നീ വന്നതിന് ശേഷമെങ്കിലും ഇവന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് നിനക്ക് അവനെ തിരുത്തിക്കൂടായിരുന്നോ? ഇല്ല അച്ഛമ്മേ, ശ്രുതി അറിയാതെ പറ്റിക്കപ്പെട്ടോയതാണ്. ഇവൻ പറ്റിക്കപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഇവൻ മറ്റുള്ളവരെ പറ്റിക്കാണോ ചെയ്യേണ്ടത്? ഇത് നോക്ക് ശ്രുതി, ഇവൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നിങ്ങളുടെ ജീവിതത്തെയാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവന്റെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇവന്റെ തെറ്റുകളെല്ലാം സപ്പോർട്ട് ചെയ്യാതെ അവന് അതിനുള്ള ശിക്ഷണം നൽകിയിട്ട് മുന്നോട്ട് പോകണം. കേട്ടോന്ന് ചോദിക്കുമ്പോ ആ ശരി അച്ഛമ്മയെന്ന് പറയാണ് ശ്രുതി. എഴുന്നേറ്റ് പോടാ എന്ന് കലാവധി അടുത്തിരിക്കുന്ന ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി ഇവനെ ഉത്തരവാദിത്തം വരുത്തേണ്ട ചുമതലയും ശ്രുതി നിനക്കുണ്ടെന്നൊക്കെ പറയാണേ. അത് കേട്ട ഉടനെ ശ്രീകാന്ത്, ഇത്രയും നാളായിട്ട് വരാത്ത എന്ത് ഉത്തരവാദിത്തമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്? വേണമെങ്കിൽ ചിലപ്പോൾ ഉത്തരവാദിത്തത്തിന്റെ ഒരു ഡിഗ്രിയും കൂടി എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വല്ല മെച്ചം ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് കളിയാക്കി പറയുമ്പോഴേക്കും ശ്രീകാന്ത് നീയൊന്നും മിണ്ടാതിരിക്കോടാ. ഇനിയും ഒരു ഡിഗ്രി എടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് അവൻ പോയിട്ട് പഠിക്കും, പിന്നെ ഒരു ജോലിക്കും പോകുന്നുണ്ടാവില്ല. ഇവന് ഉത്തരവാദിത്തം വരാൻ വേണ്ടിയിട്ട് അച്ഛമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. നീ എന്താടാ പറയാൻ വേണ്ടി പോകുന്നത് സച്ചി എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോ, അച്ഛമ്മേ ഇവൻ മൊത്തത്തില് 53 ലക്ഷം രൂപയാണ് തരാനുള്ളത്. ആ പണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് അതിനർത്ഥം. അത് കേട്ട ഉടനെ തന്നെ ശ്രുതി മുഖത്തോട് മുഖം നോക്കുവാണേ. അതെങ്ങനെ സച്ചി അവന് ഒറ്റയടിക്ക് അത്രയും പണം തരാൻ വേണ്ടി പറ്റുക? അങ്ങനെ ഒറ്റയടിക്കല്ല അച്ഛമ്മയെ തരാൻ വേണ്ടി പറഞ്ഞത്. മാസം 50,000 രൂപ വെച്ച് തരാൻ വേണ്ടി പറ. ഇപ്പോ കടയൊക്കെ വെച്ച് നടത്തുന്നുണ്ടല്ലോ. നീ പറയുന്നത് ശരി തന്നെയാണെന്ന് സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു കേട്ട ഉടനെ തന്നെ, അതെങ്ങനെ അച്ഛമ്മ നടക്കുന്നത്? എനിക്ക് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവുകൾ ഒരുപാടുണ്ട്, കടങ്ങളുണ്ട്. പിന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ കഴുത്തിൽ മഞ്ഞച്ചരടും കെട്ടിയിട്ടാണ് നടക്കുന്നത്. അവക്ക് താലിച്ചെയിൻ മേടിച്ചു കൊടുക്കണം. അതെല്ലാം നിന്റെ സ്വന്തം വിഷയമാണ്. ആദ്യം കടം വീട്ട്, എന്നതിന് ശേഷം നീ കടമ ചെയ്യേ. സച്ചിയെ ഐഡിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറയുന്നുണ്ട്. സച്ചിയേട്ടൻ പറയുന്ന ഐഡിയയും സൂപ്പറാണ്. അവർക്ക് കൊടുത്തു തീർക്കാനുള്ള പണം കൊടുക്കാനുള്ള ഒരു ഇത് വന്നാൽ മാത്രമല്ലേ അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ രവിയും പറയാണേ, അമ്മേ സച്ചി പറഞ്ഞതുപോലെ തന്നെ സുധീരുടെ അടുത്ത് മാസം ആ പണം തരാൻ വേണ്ടിയിട്ട് പറ. എന്താ സുധി മാസം പണം കൊടുക്കണം? അച്ഛമ്മേ അത്രയും പണം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുമ്പോഴേക്കും, ചന്ദ്രേ നീയാണല്ലോ അവന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാറ്. ഇതും കൂടി നീ പറഞ്ഞു കൊടുത്തേക്ക്. നീ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവൻ അനുസരിക്കും. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ സുധി അവരുടെ പണം കൊടുത്തേക്ക്. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. കൊടുക്കാന്നുള്ള കാര്യം പറ. ചന്ദ്രയും കൂടി പറഞ്ഞപ്പോ ശരിക്കും ശ്രുതിയും പെട്ടു. ഇനി കൊടുക്കാതിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രുതിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ശ്രുതി എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവിടെ നോക്കുന്നത്? സ്വർണ്ണം എടുക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചിട്ടാണോടാ നീ സ്വർണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്? അത് കേൾക്കുമ്പോ ഞാൻ കൊടുക്കാം എന്നുള്ള കാര്യം ശ്രുതി സമ്മതിക്കുകയാണ്. ചന്ദ്രേ അവൻ പറഞ്ഞ കാര്യം ചെയ്യോ ഇല്ലോ എന്നുള്ള കാര്യം അറിയില്ല. ഉറപ്പായിട്ടും അച്ഛമ്മ ചെയ്യില്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും നീ മിണ്ടാതിരിക്കടാ. ചന്ദ്രേ നീ ഇങ്ങോട്ട് അടുത്ത് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിച്ചിട്ട് മാസം ഇവന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൂടി കേട്ടതോടുകൂടി ചന്ദ്ര ശരിക്കും പെട്ടുവേ. സുധിയെ ഇങ്ങനെ നോക്കിയിട്ട്, അമ്മ അത് ഞാന്, കാരണം സുധീന്റെ കാര്യം നന്നായിട്ട് അറിയാലോ, നീ തന്നെ മേടിച്ചു കൊടുക്കണം. അങ്ങനെ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ ചന്ദ്രയാണെങ്കിൽ ആ ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ തീരുമാനങ്ങളെല്ലാം കേട്ടിട്ട് സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും. അച്ഛമ്മ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അച്ഛമ്മയെ ഞാൻ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. അച്ഛമ്മ വിചാരിച്ചു കഴിഞ്ഞാലേ എല്ലാം തീരുമാനമാവുള്ളൂ. അച്ഛമ്മ എന്തായാലും ഒരു വിധത്തിൽ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയല്ലോ, ഞാൻ പോയിട്ട് ചായ എടുത്തു വരാം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോകുന്നുണ്ട്. അമ്മയുടെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് രവിയാണെങ്കിൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. സച്ചിയും ഒരു വഴിക്ക് പോകുന്നു. ശ്രീകാന്തും വർഷയും റൂമിലേക്ക് പോകുന്നു. പെട്ടിരിക്കുന്നത് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും സുധിയാണല്ലോ. അച്ഛമ്മയാണെങ്കിൽ 3 ലോക്ക് ചെയ്തല്ലോ. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. ഇതെല്ലാം കേട്ട് ശ്രുതിയാണെങ്കിൽ കലിപ്പ് പിടിച്ചിട്ട് റൂമിലേക്ക് കയറി പോകുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ട് പുറകെ വാല് പോലെ ചെല്ലുന്നുണ്ട്. ശ്രുതിയും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കും.